അനന്തകൃഷ്ണനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. അർച്ചന വിനോദുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതിനിടെയാണ് പ്രതി അനന്തകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇന്നാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത്. മൂവാറ്റുപുഴയിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ ആണ് ഇയാളുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി പ്രതിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. പ്രധാനമായും ഈ കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞത് പ്രതി ഉന്നതതല രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ആളാണെന്നാണ്. മാത്രമല്ല ഈ പ്രതി ചേർക്കപ്പെട്ട ആളുകളെല്ലാം തന്നെ അത്തരത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണ്. ഇവരെയെല്ലാം തന്നെ ഇത്തരത്തിൽ വിശദമായി ചോദ്യം ചെയ്യുകയും ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മാത്രമല്ല ഈ കേരളത്തിന് പുറത്തും ബിനാമി സ്വത്തുക്കൾ അനന്തകൃഷ്ണനുണ്ട്. മാത്രമല്ല ബന്ധുക്കളുടെ പേരിലും ഇയാൾ ഇത്തരത്തിൽ ബന്ധുക്കളുടെ പേരിലും പണം കൈമാറിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തട്ടിപ്പ് നടത്തിയെന്നതിൻ്റെ വിവരങ്ങളാണ് കസ്റ്റഡി അപേക്ഷയിലും ഉള്ളത്. എന്തായാലും ഇതുമെല്ലാമായി ബന്ധപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് ഇയാളിൽ നിന്നും ചോദിച്ചറിയുക. മാത്രമല്ല ഇയാളുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. BJP നേതാക്കളുമായും കോൺഗ്രസ് നേതാക്കളുമായെല്ലാം ഇയാൾക്ക് പങ്കുണ്ടെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ലാലി വിൽസൺ അടക്കം പ്രതി ചേർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. AN രാധാകൃഷ്ണന്റെ പേരുകൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം വ്യക്തമായി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. അതിനിടെ ഈ പ്രതിയിൽ നിന്നും ലാപ്ടോപ്പും ഒപ്പം പെൻഡ്രൈവറും എല്ലാം തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിവരങ്ങളടക്കം പോലീസ് ശേഖരിക്കും. ഇതെല്ലാം തന്നെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും നിലവിൽ 2 കേസുകൾ കൂടി മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഓരോ ജില്ലയിലും അനന്തകൃഷ്ണനെതിരെ നിരവധിയായ കേസുകളാണ് ഓരോ ദിവസവും വരുന്നത്. അതെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുകയും അന്വേഷിക്കുകയുമാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ 5 ദിവസത്തേക്ക് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. അനന്തകൃഷ്ണനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അതേസമയം കസ്റ്റഡി വിട്ടതിന് ശേഷം അനന്തകൃഷ്ണൻ പറഞ്ഞത് ഇതൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെയ്തതാണ്, സത്യം പുറത്തു വരുമെന്നാണ്. എന്തായാലും അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയാണ് അനന്തകൃഷ്ണ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി വിശദമായി പ്രതിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് പോലീസ് പ്രതിയെ വാങ്ങിയിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഒപ്പം ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത പെൻഡ്രൈവറും ലാപ്ടോപ്പും എല്ലാം തന്നെ പോലീസ് പരിശോധിക്കും.